ഇസ്ലാമിന്റെ നിസ്കാരത്തിന്റെ രീതി, നമ്മുടെ ഡയറ്റ് ആ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. സുബഹിക്ക് എഴുന്നേറ്റു, ഈ നാസ്ത കഴിച്ചോ, നിസ്കാരം കഴിഞ്ഞു, ആ നേരത്തെ നാസ്ത കഴിച്ചു. കാരണം ഫാസ്റ്റ് ചെയ്യല്ലേ, ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ഫാസ്റ്റിനെ ബ്രേക്ക് ചെയ്യാൻ. നമ്മുടെ നാസ്തയുടെ പേരെന്താ? ബ്രേക്ക്ഫാസ്റ്റ്. നോമ്പിന് എന്താ പറയാ ഇംഗ്ലീഷില്? ഫാസ്റ്റിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ നോമ്പിനെ മുറിക്കുകയാണ് എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ തിന്നാതെ ഭക്ഷിക്കാതെ കിടന്നതല്ലേ, അതുകൊണ്ട് ആ നോമ്പിനെ മുറിക്കുകയാണ്. ആരെ പറ്റി പറയണത്? രാത്രി 11 മണിക്ക് 10 തിന്ന് കിടന്ന മനുഷ്യനെ കുറിച്ചല്ല ഈ പറയണത്. 7 മണി കഴിഞ്ഞാൽ പിന്നെ തിന്നൂല രാത്രി. ഇദാ ഹദറത്തിൽ ഇശാഉ വൽ അശാ ഫബ്ദഉ ബിൽ അശാ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാന് വാങ്കൊടുത്തും ചെയ്തു, അശാ വരികയും ചെയ്തു. അശാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിന്നർ, രാത്രി ഭക്ഷണം. ഇശായിന് വാങ്കൊടുത്തു, അശാ വന്നിട്ടുണ്ട്, ഭക്ഷണമുണ്ട്, വിശക്കുന്നുണ്ട്. ഭക്ഷണം കാണുമ്പോ പിന്നെ അങ്ങ് തിന്നാലോ എന്ന് തോന്നുന്നുണ്ട്, എന്നാ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട് റഹ്മത്ത് ചെയ്യാണ്. അങ്ങനെ പ്രയാസമുണ്ടോ? ഭക്ഷണം കഴിക്കാൻ പ്രയാസമുണ്ടോ? ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോ. നിസ്കാരത്തിൽ ഭക്ഷണത്തെ പറ്റി ഓർക്കരുത്, നിസ്കാരത്തിൽ അള്ളാഹിനെ പറ്റിയാ ഓർക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇശാ നിസ്കാരത്തോടു കൂടെ ഡിന്നർ കഴിയണം. നിസ്കാരത്തിന്റെ മുമ്പ് ഇശാ മഗ്രിബിന്റെ ഇടയിൽ നമ്മുടെ രാത്രി ഭക്ഷണം കഴിഞ്ഞു, പിന്നെ ഒന്നും തിന്നില്ല, വേണമെങ്കിൽ വെള്ളം കുടിച്ചോ. ളുഹർ നിസ്കാരത്തോടുകൂടെ ലഞ്ച്, അസർ നിസ്കാരത്തോടുകൂടെ ഒരു സ്നാക്ക്, മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ നമ്മുടെ ഡിന്നർ കഴിഞ്ഞു, ആ ദിവസത്തെ ഭക്ഷണം കഴിഞ്ഞു. ഇനി നേരം പുലരുന്നവരെ ഫാസ്റ്റിംഗ് ആണ്, അത് ബ്രേക്ക് ചെയ്യലാണ് ഈ ബ്രേക്ക് ഫാസ്റ്റിംഗ്. ദുഹാ നിസ്കാരം നഷ്ടപ്പെടുത്തല്ലേ. ദുഹാ നിസ്കാരം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുകയും അവിടെ തന്നെ ഇരിക്കുകയും ദിക്റോ ഖുർആനോ സ്വലാത്തോ ഓതി പള്ളിയിൽ തന്നെ ഇരിക്കുകയും സൂര്യൻ ഉദിക്കുന്നവരെ കാത്തിരുന്നു. എന്നിട്ട് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ മുഴത്തോളം അങ്ങ് ഉയർന്നാൽ എന്ന് പറഞ്ഞവരെ ഉദ്ദേശം 20 minutes ആഫ്റ്റർ സൺറൈസ്, അത്രയും 20 മിനിറ്റ് ഉദയം കഴിഞ്ഞു കടന്നാൽ 2 റക്അത്തുകളായി ദുഹാ നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾ പരിപൂർണമായ ഉംറ ചെയ്ത കൂലി നിങ്ങൾക്ക് അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉംറന്റെ കൂലി. ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസ്, എന്റെ പരിശുദ്ധ കൂട്ടുകാരൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യം ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു വന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സുയാമു 3 അയ്യാമിൻ മിൻ കുല്ലി ശഹരിൻ, എല്ലാ അറബ് മാസത്തെയും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കണമെന്നും ളുഹാഇന്റെ 2 റക്അത്ത് മുടങ്ങാതെ നിസ്കരിക്കണമെന്നും ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പേ ഇശാ നിസ്കാരം കഴിഞ്ഞ് വിത്ർ കൂടെ നിസ്കരിക്കണമെന്നും എന്നോട് എന്റെ പരിശുദ്ധ കൂട്ടുകാരൻ ഉപദേശിച്ചുവെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സിദ്ധമായ ഹദീസാണ്. കയ്യും കാലിനൊക്കെ വേദന ഇല്ലാത്തവരില്ലല്ലോ ഇന്നത്തെ കാലത്ത്. ഊരവേദന, കൈവേദന, മുട്ടുകാല് വേദന, എന്തൊക്കെ വേദനകളാണ്. ഇതിനൊക്കെ മരുന്ന് വേണ്ടേ? ദുഹാ നിസ്കാരം അതിന്റെ മരുന്നാണ്. എത്ര പൈസ നമ്മൾ അരിഷ്ടം കുടിച്ചിട്ട് കളഞ്ഞതില്ലേ ദുഹാ നിസ്കരിക്കാതെ. നിങ്ങൾ ഓരോരുത്തരും നേരം പുലരുമ്പോ നിങ്ങളുടെ കൈകാലുകളുടെ കണിപ്പുകൾ, ജോയിന്റുകൾ, അതിനൊക്കെ പകരം അല്ലാഹുവിന് സ്വതക്ക കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ജോയിന്റ് ഉണ്ടെന്നറിയാം നമ്മുടെ ശരീരത്തിലെ? മൊത്തം നമ്മുടെ ബോൺസ് മാത്രമല്ല, നമ്മുടെ നെർവുകൾ, നമ്മുടെ മറ്റു ശരീരത്തിന്റെ മസിലുകളൊക്കെ കൂടിയാൽ 360 ജോയിന്റ്സ്, 360 ജോയിന്റുകൾ ഉണ്ടെന്ന. നമ്മളൊരു റുക്കൂഇലേക്ക് പോകുമ്പോ എത്ര നൂറുകണക്കിന് ജോയിന്റുകൾ ഇവിടെ മടങ്ങണം ഒരു റുക്കൂഉ ചെയ്യാൻ, ഊര വളയാൻ. ഊരവേദന വരുമ്പോഴേ മുഅ്മിനെ റുക്കൂഉ വേദന ഇല്ലാതെ ചെയ്തതിന്റെ സുഖം മനസ്സിലാവുള്ളൂ. സുജൂദിലേക്ക് പോകുമ്പോ കാലിന് മുട്ടുവേദന ഇല്ല. നമ്മൾ സുജൂദ് കോഴി കുത്തണ പോലെ എഴുന്നേറ്റ് ഓടാണ് സുജൂദ് കഴിഞ്ഞിട്ട്. എന്താണ് ആ സുജൂദ്? അല്ലാഹുവിന്റെ മുമ്പിൽ ഇതിനെ അടുക്കാൻ പറ്റിയ വേറെ ഒരു വഴിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ കൈയും കാലും ഊരയും പെരടിയും കൈമുട്ടുകളൊക്കെ മടങ്ങണ്ടേ? നിങ്ങൾ ഓരോരുത്തരും നേരം പുലർന്നാൽ നിങ്ങളുടെ കൈകാലുകളിൽ അല്ലാഹു വെച്ച 360 ജോയിന്റുകൾക്ക് 360 രൂപയെങ്കിലും മിനിമം നിങ്ങൾ സ്വതക്ക കൊടുക്കണം ഒരു ദിവസം. ഇപ്പൊ സ്വഹാബികൾ, പൊന്നാര നബി അതിന് മാത്രം പൈസ ഞങ്ങളുടെ കയ്യിലില്ലല്ലോ, 360 സ്വതക്കേ.
ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ, ഓരോ സുബ്ഹാനല്ലാഹും സദഖയാണ്. 360 എങ്കിലും ചൊല്ലി. കുല്ലു തഹ്മീദത്തിൻ സദഖ, എല്ലാ അൽഹംദുലില്ലയും സദഖയാണ്. പൈസ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയത്, പൈസ ഉള്ളവർക്കും പറ്റിയത് സദഖയാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ സദഖയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സദഖ, എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹും സദഖയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 360 തവണ നിങ്ങൾ ചൊല്ലിയേക്കണം. കുല്ലു തക്ബീറത്തിൻ സദഖ, എല്ലാ അല്ലാഹു അക്ബറും സദഖയാണ്. വഅംറുൻ ബിൽ മഅറൂഫി സദഖ, ഒരു നന്മ ചെയ്യാൻ പറയുന്നത് സദഖയാണ്. അങ്ങനെ 360 കൊടുക്കിൻ. വനഹിയുൻ അനിൽ മുൻകരി സദഖ, ഒരു തിന്മ ചെയ്യരുത് എന്ന് പറയുന്നത് സദഖയാണ്. 360 തവണ ചെയ്യുന്നത് ഒരു ദിവസം. വയുജ്സിഉ മിൻ ദാലിക, ഇതിനെല്ലാം പകരം നിങ്ങൾ ചെയ്യുന്ന സദഖക്ക് പകരം മതിയാവുന്ന ഒരു സംഗതിയുണ്ട്. റക്അതാനി യർകഉഹുമാ മിനൽ ളുഹാ, ളുഹായുടെ 2 റക്അത്ത് നിസ്കാരം ഈ 360 കളിപ്പുകൾക്കുള്ള സദഖക്ക് തുല്യമാണ്. 2 റക്അത്ത് ളുഹ ഇതുവരെ നിസ്കരിക്കാം. സൂര്യൻ ഉദിച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് വരെ എപ്പോഴെങ്കിലും 2 റക്അത്ത് കഴിയുന്നവർ 8 റക്അത്ത് നിസ്കരിക്കാം. നമ്മൾ പടച്ചതമ്പുരാനിലേക്ക് അടുക്കുന്നില്ല. നമ്മുടെ VK അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞില്ലേ, ഇങ്ങനധികം വലിയ വലിയ വേളൊക്കെ നടന്നിട്ട് മാറ്റം കാണില്ലല്ലോ. ആൾക്കാർ പഴയ പോലെ ഇന്നലെ വേള ഉണ്ടായിരുന്നു, എങ്ങനെയുണ്ട് കുഴപ്പമില്ല എന്നല്ലാതെ നമ്മൾ ഈ മാറ്റം കാണുന്നില്ലല്ലോ. വലിയൊരു വിഷയമാണ്. എന്തേ കാരണം എന്നറിയോ? നമ്മൾ മനസ്സുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്തിട്ടില്ല. നമ്മളങ്ങനെ പാടി പോകുന്നുണ്ട്, ഉസ്താദ് പാടുന്നുണ്ട്, നമ്മളെ തല ആട്ടുന്നുണ്ട്, ഇതല്ലാതെ മനസ്സിലേക്ക് കിടന്നിട്ടില്ല വിഷയം. അള്ളാഹുലേക്ക് അടുത്തിട്ടില്ല, ഉടച്ചവനിലേക്ക് മനസ്സ് കൊടുത്തിട്ടില്ല. അള്ളാഹു നമ്മുടെ കൂടെ. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, കഴുത്തിലെ കണ്ഠനാടിയേക്കാളും അരികത്ത് അള്ളാഹു ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ കാരുണ്യവാൻ. അള്ളാഹു കൂടല്ലേ? അള്ളാഹു കൂടെ ഇരിക്കുന്നില്ലേ? 360 ജോയിന്റുകൾ, ശരീരത്തിന്റെ ജോയിന്റുകൾ, അവിടെ വേദനയില്ലാതെ അള്ളാഹു നിന്നെ വർഷങ്ങളോളം കൊണ്ടു നടന്നിട്ടുണ്ട്. ഒരു നേരത്തെ വേദനയ്ക്ക് ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ആശുപത്രിയിൽ പോയതിന്റെ ചെലവ് 1500-2000 രൂപ അല്ലേ? നിനക്ക് 60 വയസ്സാകുന്നവരെ, നിങ്ങൾക്ക് 70 വയസ്സാകുന്നവരെ ഒരു വേദന പോലും അറിയാതെ കൊണ്ടു നടന്ന അള്ളാഹുവിന് എന്ത് കൊടുത്തു ഫീസ്? 2 റക്അത്ത് ദുഹ നിസ്കരിച്ചോ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എപ്പോഴും വുളു ഉണ്ടായിരിക്കുക ദിവസം മുഴുവനും. ഡ്രൈവർമാർ പ്രത്യേകിച്ച് ചെയ്യണം. വണ്ടി ഓടിക്കുന്ന മുഴുവൻ ആളുകളും എന്ത് ചെയ്യണം? ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നാൽ ബൈക്ക് ഓടിക്കുന്നവരാ, വുളു ചെയ്യാതെ പോകല്ലേ. ആയിരക്കണക്കിന് മരണത്തിന്റെ സാധ്യതയുടെ മുമ്പിലൂടെയാ നമ്മുടെ റോഡുകളൊക്കെ പോണത്. നമ്മുടെ റോഡുകളൊക്കെ എന്താ പോക്കെന്നറിയോ? മരിച്ചു മയ്യത്ത് വീട്ടിലേക്ക് വരാൻ, ബസ്സിന്റെ ഇടയിലൂടെ പോവാൻ, ഓട്ടോറിക്ഷക്കാരുടെ ഇടയിലൂടെ പോവാൻ, വാഹനം ഓടിക്കുന്ന മുഴുവൻ ആളുകൾക്ക് റോട്ടിലിറങ്ങിയ തിരക്കാണ്, പീഡിപ്പിക്കുന്ന ഓട്ടങ്ങളാണ്. ലാ യജൂസു ലിമുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമ, ഒരാൾക്കും മറ്റൊരാളെ പേടിപ്പിക്കാൻ പാടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇസ്ലാമിന്റെ ട്രാഫിക് നിയമമാണ്. ആരും ആരെയും പേടിപ്പിക്കുന്ന രീതി വണ്ടി ഓട്ടലുണ്ട്. മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ സ്വർഗ്ഗം കണ്ട് തിരിച്ചു വന്നപ്പോ, യാ ബിലാൽ ഇബ്നു റബാഹ്, ഞാൻ അവിടെ ഒരു കാലൊച്ച കേട്ടു എന്റെ പിന്നിൽ. ഫസമിഅതു ഖസ്ഫതൻ, ഞാനൊരു കാലൊച്ച കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. മദീനയിൽ അന്ന് ജീവിച്ചിരിപ്പുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ തങ്ങളെ നിങ്ങളെ സ്വർഗത്തിൽ ഞാൻ കണ്ടു. സ്വഹാബികളൊക്കെ ചോദിച്ചു, ബിലാൽ നിങ്ങൾ സ്വർഗത്തിലെത്താൻ ഞങ്ങളാരും ചെയ്യാത്ത ഏത് കർമ്മമാണ് ബിലാൽ എന്നവരെ നിങ്ങളുടെ കൂടെയുള്ളത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങളൊന്നും കാണാത്തത്, ഞങ്ങൾക്കറിയാത്തത്. നിങ്ങളെ മാത്രം സ്വർഗത്തിലേക്ക് എത്തിച്ച ആ പുണ്യകർമ്മം എന്താണ് ബിലാൽ? മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്നുമില്ല, ഞാൻ എപ്പോഴും വുളു കൊടുക്കും. വുളു കൊടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്ത് നിസ്കാരം എപ്പോഴും. വുളു മുറിഞ്ഞോ, ബാത്റൂമിൽ പോയോ, വേഗം വുളു കൊടുത്ത് വരാം. സോക്സമ്മ തടവേ വുളു ശരിയാവൂലേ? പൊന്നാര മുഅ്മിനീങ്ങളെ, ഖുഫമ്മ തടവാൻ പറ്റും, സോക്സ് ഖുഫയല്ല. ഖുർആന്റെ നിയമമാണത്.